ഹായ്, ഞാനിപ്പോൾ വി വി എസ് കണ്ടതിലാണ്. അതെ, പഴയ ഒരു വാക്കത്തിയാണ്. ഇങ്ങനെ പഴയ വാക്കത്തി നമ്മുടെ വീട്ടിൽ മൂർച്ചയൊക്കെ പോയി ഇതുപോലെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടോ. ഈ സാധനം കാച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപോകാം ഇതെങ്ങനെ കാച്ചിനെയാണ് മൂർച്ച കൂട്ടുന്ന രണ്ടാമതൊക്കെ. ഓക്കെ, ഇത് വാക്കാത്തി ഉണ്ടോ? അതെ, പഴയ വാക്കാത്തി. ഇതിൻ്റെ ഈ സൈഡ് ഉണ്ടോ, ഇതിങ്ങനെ കുറച്ച് പഴുപ്പിച്ച് ഇച്ചിരി ഇങ്ങോട്ട് വീതി ആക്കിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ തീയിലിട്ട് പഴുപ്പിച്ചെടുക്കാൻ പോകണം. ഇതേ, ഓക്കെ, തീയിലേക്ക് ഇട്ട് അടിപൊളിയായിട്ട് പഴുത്ത് നല്ല ചുവന്ന കളറിലും വരും. പഴയ വാക്കാത്തിയായിട്ട് നമ്മൾ പുതിയതുണ്ടാക്കണൊക്കെ ഒത്തിരി വീഡിയോ ഇട്ടു. ഈ പഴയ വാക്കാത്തികൾ കാച്ചുന്നത് എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ ചോദിച്ചു, കുറേ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാട്ടോ ഈ സംഭവം. അപ്പോൾ കുറേ ആൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോകും. അപ്പോൾ മൂർച്ച കൂട്ടാൻ വേണ്ടി ആലയെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ വി വി എസ് കട്ലറീസിലാട്ടോ, വിഷ്ണുവച്ചാൻ്റെ ആലയിലാണ്. നാടൻ വർക്കുകളാണ്. അവിടെ മച്ചാനോടെ ഇരിക്കുന്നുണ്ട്. എല്ലാം തന്നെ കൈപ്പണി, വേറെ മെഷീൻസ് കൊണ്ടൊന്നുമല്ല, കൈകൊണ്ടും ചിറ്റയും കൊണ്ടൊക്കെ അടിച്ചാണ് പണിയുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡിമാൻഡ് ഈ കത്തികൾക്ക്. വി വി എസ് കട്ലറീസിൻ്റെ കത്തികൾക്ക് ഇത്ര ഡിമാൻഡ് അതുകൊണ്ടാണ്. നമ്മുടെ വിഷ്ണുമച്ചാൻ പല വീടുകളിലും ഇല്ല. അതേപ്പോൾ പുള്ളി നമുക്ക് ഒരു വാക്കത്തി ഒരാൾ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഇതെങ്ങനെയാണെന്ന്, പഴയ വാക്കത്തി കാച്ചുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഭാഗത്ത് ഇങ്ങനെ ഉപയോഗിച്ച് തേഞ്ഞ് കുറേയൊക്കെ ചെറുതായിരുന്നു. അത് കുറച്ചുകൂടെ അടിച്ച് പരത്തി വലുതാക്കോട്ടോ. കേട്ടോ, നമ്മുടെ വീതിയാണോ, ഇവിടെ വീതിയായി വരുന്നുണ്ട്. കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തേഞ്ഞ് തീരും. അപ്പോൾ ആദ്യം ഇരുന്ന പോലെയാണോ നോക്കി, സംഭവിച്ചൊരു വലുതല്ലേ. ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്നാ പറഞ്ഞേ, ചുമ്മാ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെളുപ്പിച്ച് ഒന്ന് തരുള്ളൂ, ഒന്ന് കാച്ചി. ഇതിപ്പോൾ കണ്ടോ, കാച്ചാൻ കൊടുത്തുമ്പോൾ ഇത്ര സെറ്റപ്പായിട്ട് പണിയാണ്. ഉണ്ടോ, ഇങ്ങനെ നല്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യണേ. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ചെയ്യും. ഇപ്പോൾ എല്ലാം മെഷീൻ വന്നതോടുകൂടി മെഷീനിലിട്ടെന്ന് വെളുപ്പിച്ച് ചെറുതായിട്ട് ചൂടാക്കി സെറ്റ് ചെയ്ത് തരുള്ളൂ. വാക്കാത്തി കൊണ്ട് കൊടുത്താൽ കാച്ചി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേണ്ടി ചെയ്തിട്ടുണ്ടോ, ഇതുപോലെ നല്ല സെറ്റായിട്ട് അടിച്ച് പരത്തി നല്ല ലെവലാക്കി വീതിയൊക്കെ കൂടി നല്ല അടിപൊളി മൂർച്ചയാക്കി തരും. നല്ല പണിയുണ്ട്. നമ്മൾ കൊടുക്കണ പൈസയ്ക്ക് എന്തായാലും മുതലാവും. അതുപോലെയാണ് നമ്മുടെ വിഷ്ണുവച്ചാൽ നല്ല രീതിയിലായിട്ട് പണിയുള്ളൂ. ഇതിന് ഊടായ്പായിട്ട് പണിയിലും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പുള്ളിയുടെ വർക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒത്തിരി വർക്കുകൾ നമ്മൾ കണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം പുള്ളിയുടെ വർക്കുകൾ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ആദ്യം ഇരുന്നവരാണോ സംഭവിക്കുന്നത് കേൾക്കണ്ടോ. ഈ വർക്ക് തീർന്നിട്ടില്ല, ഇനി കിടക്കണേ ഉള്ളൂ കേട്ടോ. പാക്കത്തി ഇത് തണുത്തുണ്ട്. ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോകണം. സാധാരണ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കുകയുള്ളൂ. പക്ഷേ എങ്ങനെയല്ല വി എസ് കട്ലറീസ് ചെയ്യണേ. നിങ്ങളുടെ തൃപ്തിയാണ് കസ്റ്റമറുടെ തൃപ്തി എന്നാണ് ഇവർ പറയുന്നത്. വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യും. അതാണ് വി എസ് കട്ലറീസിൻ്റെ പ്രത്യേകത. ചുമ്മാറണിയല്ല, നിങ്ങൾ എവിടെ ചെന്നാലും ശ്രദ്ധിച്ചു. ഒരു വാക്കത്തി പഴയതുകൊണ്ട് കാച്ചാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്നാ ചെയ്യണേന്ന്. ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ചോദിച്ചു ഇങ്ങനെയൊന്നും ചെയ്യണ കണ്ടിട്ടില്ല നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയണേ, നിങ്ങൾ കൊണ്ട് തന്നെ കസ്റ്റമറുടെ തൃപ്തിയാണ്, സന്തോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ഇവർ പറയണത്. അതാണ് ഇവരെ മുഖമുദ്ര എന്നാണ് ഇവർ പറയണത്. ഈ കട്ലറി നമ്മൾ ഉണ്ട കൊടുത്ത വാക്കത്തെ ആണോ എന്ന് തന്നെ തോന്നുന്നു ചിലപ്പോൾ.
അപ്പോൾ ഗ്രൈൻഡിങ് കഴിഞ്ഞത് സെറ്റായിട്ടുണ്ട് ഉണ്ടോ. നമ്മളവിടെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് സാൻഡ് പേപ്പറിൻ്റെ ആ സാധനം വെച്ചത് സെറ്റ് ചെയ്യാൻ പോകണം. അതെന്നാ അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. സാൻഡ് പേപ്പർ ഒരു സാധനമാണ് കണ്ടോ. നിങ്ങൾ തിളങ്ങി നിൽക്കുക ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കേട്ടോ. പണിയൊന്നും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് രാഗി കൂട്ടണയാണ് കേട്ടോ കണ്ടോ. രാഗി കൂട്ടി മൂർച്ച പറ്റിയതിനാണ് കണ്ടോ. ഇതൊരു വർക്ക് നിങ്ങൾ ചെയ്യണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളവർക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണത് അങ്ങനെയല്ല. ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പഴയ വാക്കാത്തിലൂടെ ചെയ്യാൻ തിരക്കാണ്. എന്നാലും നമുക്ക് കൊണ്ടുപോയി കൊടുത്തേണ്ടി ഒരു ഒഴിവാക്കില്ല. നമുക്ക് ചെയ്തു തരും എങ്ങനെയായാലും. ഉണ്ടോ രാഗി കൂട്ടി മൂർച്ച നല്ല സെറ്റാക്കണേ കാണാണ്ടോ. സാധനം സെറ്റായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്ന വാക്കാത്തി പഴയത് ഇരുന്ന പോലെയാണ് ഇത്. നോക്കി എന്നെ തിളക്കാൻ നോക്കി കണ്ടോ. ഇനിയുണ്ട് വർക്ക് തീർന്നിട്ടില്ല. ഇനി കിടക്കുവാണ്. സെറ്റായില്ലേ? അപ്പോൾ നമ്മുടെ ഈ വാക്കാത്തി കാച്ചനെ എല്ലാ വർക്കും കഴിഞ്ഞു കേട്ടോ. അതിങ്ങനെയാണ് സംഭവം. ഓക്കെ.